ഹിജാമ ചെയ്യുമ്പോൾ ഓർഗൻ പോയിൻറ്റ്സിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗർ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ പാൻക്രിയാസ് ഓർഗനാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ BP പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ലിവർ ഫങ്ഷനെ ഇൻക്രീസ് ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ഓർഗൻ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ മർമ്മങ്ങളുണ്ട്, നട്ടലിൽ ഒരുപാട് മർമ്മങ്ങളുണ്ട്. അത്തരം മർമ്മങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഹിജാമ തെറാപ്പിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. പലരുടെയും സംശയം എന്താ വെച്ചാൽ നീഡ്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്റ്റഡ് ആവുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഹിജാമ ചെയ്യുമ്പോൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള നീഡിൽസ് കൊണ്ട് എക്സ്റ്റേണൽ സ്കിന്നിലാണ് ചെറിയ മുറിവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് പല ഇൻസ്ട്രുമെൻറ്റും, പണ്ടൊക്കെ ബ്ലേഡ് വെച്ച് ആയിരുന്നു ഹിജാമ ചെയ്യാറ്, എന്നാൽ ഇന്ന് വളരെ ഗൺഷൂട്ട് മൈക്രോ നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ് ഹിജാമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെയിനും വളരെ കുറവായിരിക്കും. നമുക്ക് ഒരു വർഷങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തപ്പോൾ ഒരു വേദനയൊക്കെ വളരെ കാലപ്പഴക്കമുള്ള വേദനയ്ക്ക് ഈ ഒരു ഹിജാമ കൊണ്ട് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട്.